ഹായ് ഫ്രണ്ട്സ്, എസ്കേപ്പ് റൂട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ തെലുങ്കാനയിലുള്ള രാജാവാരം എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ല നിൽക്കുന്നത്. രാജവാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞാറ് അടുത്ത് കയ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ദൃശ്യം 2-ന്റെ തെലുങ്ക് സെറ്റിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ജഗനുണ്ട് നമ്മുടെ കൂടെ, രാഹുലുണ്ട്, നമ്മുടെ സ്ഥിരം കമ്പാനി നെൽസനുണ്ട്. യമണ്ടൻ സെറ്റാണ് ഇട്ടിരിക്കുന്നത്. പുറകിൽ ലൈവായിട്ട് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. പോലീസുകാരും പോലീസ് വണ്ടികളും ഒക്കെ ഉണ്ട്. നമ്മള് കവാടം കഴിഞ്ഞ് എത്തിയപ്പോഴത്തേനും നമ്മളൊരു ആന്ധ്രയിൽ കയറിയ ഫീൽ ചെയ്യും. മൊത്തം രാഷ്ട്രീയ പോസ്റ്ററുകളും തെലുങ്കും ഒരുപാട് തട്ടുകളെ അതും ബാർബർ ഷോപ്പും എല്ലാം സെറ്റ്. അതെ, ബജിയൊക്കെ കൊണ്ടുപോയി ഷൂട്ടിങ്ങിന്റെ ഇന്റർവെല്ലിന് അവിടെ ബജിയൊക്കെ കൊണ്ടു കൊടുക്കണം. ഇടുക്കി കാണാൻ വന്നിട്ട് അവസാനം ആന്ധ്ര കണ്ടിട്ട് പോയൊരു ഫീൽ ഉണ്ടല്ലോ നമുക്കിപ്പോ. മലയാളം പടത്തിന് ഒരു ചായക്കടയും പോലീസ് സ്റ്റേഷൻ മാത്രം ഉണ്ടായിരുന്നു, ഒരു പള്ളിക്കുരിശും. ഒരു രക്ഷയില്ലാത്ത സെറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആട്ടോ ഇവരിവിടെ ചെയ്തിരിക്കുന്നത്. ഈ ബാക്കിൽ കാണുന്നത് ഇത് മുഴുവൻ സെറ്റിട്ട് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഇവിടുത്തെ ഒരു കുറച്ച് വിശേഷങ്ങൾ ഒരു 5 മിനിറ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ആ ആർച്ചൊക്കെ ചെയ്ത് വെച്ചേക്കണുണ്ടോ, എന്ത് അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചേക്കണമെന്ന് നോക്കിയേ. ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും അവിടെ ഉള്ളതായിട്ട് തോന്നും. പക്ഷേ അത് മുഴുവൻ ഇപ്പോൾ ഈ താൽക്കാലികമായിട്ട് സെറ്റിട്ട് എടുത്തിരിക്കുന്നതാണ്. പിന്നെ ഈ പൊളിഞ്ഞ് കിടക്കുന്ന മതിൽ, ഇത് തെർമോക്കോൾ പോലത്തെ ഒരു സ്റ്റൈറോഫോം മെറ്റീരിയൽ കൊണ്ടാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ പഴയ പോലീസ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. അതിൻ്റെ അപ്പുറത്ത് നമ്മളുടെ പുതിയ പോലീസ് സ്റ്റേഷനും ക്യാമറ ക്രൂവും ഒക്കെ അവിടെ നിൽക്കണ കാണാം. ഈ മലങ്കര ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയുടെ ഈ സൈഡിൽ എന്തോരം പടങ്ങളാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്നറിയോ. നമുക്ക് കുറേ പോലീസുകാരെയൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കണ കാണാമല്ലോ. അതിൻ്റെ അപ്പുറത്തോട്ട് അങ്ങ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ച് സെറ്റാണ്. ഏതാണ്ട് 1 കോടി രൂപയുടെ സെറ്റാണ് ഇവിടെ ഇട്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്ര കോസ്റ്റ്ലി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ വെയിറ്റിംഗ് ഷെഡ് ചെയ്തിട്ടുണ്ട്, ചായക്കട ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ വളരെ ക്ലിയറായിട്ട് ഇവർ ചെയ്തിരിക്കുന്നത്. ഈ സാധനങ്ങൾ പലതും ഫ്ലെക്സ് കൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ഫിനിഷിങ് വരുത്തിയിരിക്കുന്നത്. ഒരു തെലുങ്കാന സ്റ്റേറ്റ് റേഷൻ കടയാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്. അത് സെറ്റിട്ടിരിക്കുന്നത് എത്ര അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കി. അതിൻ്റെ പുറകിലൊരു ചെറിയ ബാർബർ ഷോപ്പും അതിനപ്പുറം ഒരു ചെറിയ പലചരക്ക് കടയൊക്കെ നമുക്ക് കാണാം. നമ്മളിവിടെ നിന്ന് നോക്കി കഴിയുമ്പോൾ സ്റ്റേഷനറി കട അകത്തോട്ട് കുറേ ഉണ്ടെന്ന് തോന്നും. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ ഫ്ലെക്സ് വെച്ച് കെട്ടിയിരിക്കുകയാണ്. ആ ഫ്ലെക്സാണ് അതിൻ്റെ ഉള്ളിൽ കടയിൽ വെച്ചിരിക്കുന്ന സ്റ്റോക്കാണെന്നൊക്കെ തോന്നുന്നത്. ശരി, നേരെ കാണുമ്പോൾ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. ക്യാമറയിൽ കാണുമ്പോൾ അത് ഉള്ളിലോട്ട് ഭയങ്കര ഡെപ്ത് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതാണ് അതിൻ്റെ തൊട്ടപ്പുറം കാണുന്ന ആ ഒരു ചായക്കടയുടെ സെറ്റൊക്കെ ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ആ ഫ്രണ്ടിൽ കാണുന്ന പച്ച ബിൽഡിംഗ് ഉണ്ടോ, അങ്ങനെ ഒരു കെട്ടിടം അവിടെ ഇല്ല, അതും സെറ്റിട്ട് എടുത്തിരിക്കുന്നതാണ്. മൊത്തം ഭയങ്കര വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. താഴെ ഉള്ള ഷട്ടർ മാത്രമാണ് ഒറിജിനലുള്ളൂ. അതിന് മുകളിലോട്ടിരിക്കുന്ന സ്റ്റെപ്പ് മുഴുവൻ സെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ബോർഡുകൾ, ഈ ആൽമരത്തിന് ചുറ്റും ചെയ്തിരിക്കുന്ന ഈ വർക്കുകൾ, അതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആ പ്രതിഷ്ഠ, ഞങ്ങൾ ഈ ഓപ്പോസിറ്റ് കാണുന്ന ഈ വെയിറ്റിംഗ് ഷെഡ്, ഇവിടെയുള്ള ഫ്ലെക്സുകൾ, പെട്ടിക്കടകൾ, അങ്ങനെ ഇങ്ങനെ ഫുള്ള് ഇത് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഈ ഗ്രാമം മുഴുവൻ ഈ പടം കഴിയുന്നതോടുകൂടി ഇത് വളരെ വിജനമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് മാറും. അവിടെ ഫ്രണ്ടിൽ വിറക് കൂട്ടിയിരിക്കുന്നത്, ഇവിടെ ഓല കൊണ്ട് മേഞ്ഞിരിക്കുന്നത്, അങ്ങനെ ആ ഒരു കാലഘട്ടം മെൻഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ചെറിയ പൂക്കടയും ഈ അമ്പലമൊക്കെ ഫുള്ള് പ്ലൈവുഡ് കൊണ്ട് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് കേട്ടോ. അതിൽ ഫ്ലെക്സ് കൊണ്ടാണ് ആ മൊസൈക്ക് വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു സ്റ്റാച്ചു ഒക്കെ കാണാം. അതിൻ്റെ പുറകിലാണ് നമ്മുടെ കാഞ്ഞാറ് പുഴ ഒഴുകണത്. അതിൻ്റെ പുറകിൽ ആ മലയുടെ മേളിൽ കാണുന്നതാണ് നമ്മുടെ ഇലവേഴ പൂഞ്ചിറ. നമ്മുടെ ദൃശ്യത്തിലുള്ള തെലുങ്കാന സ്റ്റേറ്റിലെ 3 പോലീസുകാർ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ഇവിടെയുള്ള ബിനോയ് ചേട്ടൻ, അനുചേച്ചി, അവറാൻകുട്ടി ചേട്ടനൊക്കെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? എങ്ങനെയായിരുന്നു ഇന്നത്തെ ഷൂട്ടിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ? ഇതിനു മുമ്പ് ഞങ്ങൾ ദൃശ്യം 2 ഞാൻ ചെയ്തിട്ടുണ്ട്, ബിനോയ് ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലേ. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് വീണ്ടും ഈ പടത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്, തെലുങ്കിലേക്കും ഒക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തമിഴിൻ്റെ ഇത് തന്നെ വീണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നേരം നമ്മൾ വരും. പിന്നെ ഞാനൊരു 10-40ഓളം പടത്തിൽ ചെയ്തിട്ടുണ്ടല്ലേ. ദൃശ്യം 2-ന്റെ മലയാള സെറ്റ് വെച്ച് ഇതിലെന്താ ഡിഫറൻസ് ഫീൽ ചെയ്യണേ? ഇത് അതിൽ ഒന്നുകൂടെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് പിടിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ കാണാം. അപ്പോൾ ഇവരെയൊക്കെ ഇനി നമുക്ക് സിനിമ കാണുമ്പോൾ സിനിമയിൽ കാണാം. ഈ രജിസ്ട്രേഷനിലുള്ള 3 ഓട്ടോയൊക്കെ ഇവിടെ ഇട്ടിരിക്കണുണ്ടോ. അതിനപ്പുറം മരവും APSRTCയുടെ ഇതൊക്കെ നമുക്ക് കാണാം. ഇവിടെ നോക്കി ഒരു CPMൻ്റെ ഫ്ലാഗ് ഇട്ടേക്കണം നോക്കി. അത് ചിലപ്പോൾ എടുത്ത് മാറ്റാനായിട്ട് മറന്നു പോയതായിരിക്കും അല്ലേ. അത് തെലുങ്കാന സ്റ്റേറ്റിൽ ഈ പാർട്ടി ഉണ്ടോ
അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് ഇടണേ. ഇവിടെ ചെറിയൊരു ബജ്ജി ഷോപ്പൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ജീപ്പ് അവർ ഞങ്ങൾ വന്നപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ മേളിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പം അല്ല ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറം അവരുടെ ടൈലറിങ് യൂണിറ്റ്, ഈ തുണിയൊക്കെ അപ്പം തന്നെ തയ്ച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ അതിൻ്റെ പുറകിൽ കാണാം. ബാക്കി സെറ്റെല്ലാം നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. വലിയ താമസമില്ലാണ്ട് നിങ്ങൾ ഇതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടുപോകാം.